അസ്സലാമു പ്രിയമുള്ളവരെ, ഞങ്ങളിവിടെ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളെ അടിസ്ഥാനമാക്കിയും കാലോചിതവും കാലിക പ്രസക്തവുമായ കാര്യങ്ങളെ മുൻനിർത്തിയും സാധാരണ നമ്മുടെ മദ്രസകളിൽ നടന്നു വരാറുള്ള അഥവാ അധികം ആളുകൾക്കും അറിയാത്ത മദ്രസ ക്ലാസുകളിലെ ചില കാര്യങ്ങൾ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും അറിയാൻ വേണ്ടി ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. തമാശക്ക് പറയുകയാണെങ്കിലും ധാരാളം പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനുമുണ്ട്. എല്ലാം സശ്രദ്ധം വീക്ഷിക്കണം എന്ന് വിനയത്തോട് ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇന്നെന്താ എല്ലാവരും വന്നിട്ടുണ്ടോ? എന്ത് പറ്റിയാവാ അവർക്ക്? ആരൊക്കെയാണ് വരാത്തത്? പടച്ചോനെ, എത്രയും പേരും. പടച്ചോനെ, അതൊക്കെ നോക്കിയാണോ മദ്രസയിലേക്ക് വരിക? ഉപ്പാന്റെ വീട്ടിൽ പോയതാണ്. അവിടെ ന്യൂ ഇയർ ആഘോഷമാണല്ലോ, സിനിമാറ്റിക് ഡാൻസും ഒക്കെ ഉണ്ട്. ന്യൂ ഇയർ ആഘോഷവും സിനിമാറ്റിക് ഡാൻസുമോ? അവന്റെ അമ്മ പാട്ടും പാടും. ഇന്നലെ അവന്റെ വീട്ടിൽ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. മതി മക്കളെ, ബാക്കി എനിക്ക് കേൾക്കണ്ട. ഇത് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാം. അപ്പോൾ മറ്റു രണ്ടുപേരോ? ഉപ്പാന്റെ കൂടെ കാളുകൂട്ടിന് പോയിരിക്കുകയാണ്. ഇനി 2 ദിവസം കഴിഞ്ഞേ വരും. എന്താ 2 ദിവസം? ഇന്ന് കാളകൂട്ടും, നാളെ മറ്റന്നാളും അതിന്റെ ക്ഷീണവും. പടച്ചോനെ, നമ്മുടെ മക്കളുടെ ഒരു ഗതിയെ. അപ്പോൾ ഒരാളും കൂടി വരാനുണ്ടല്ലോ. അവനോ? അവനോ അവനീ നോക്കിയിട്ട് കാര്യമില്ല. അതെന്താ? ഇന്നലെ രാത്രി കേരളം കൊൽക്കത്തയും ഫൈനലുണ്ടായിരുന്നു. രാത്രി 12 മണിക്ക്. കഴിഞ്ഞ പോയേക്കും 4 മണിയായി. അവനവിടേക്ക് ഇറങ്ങി, ഞാനിങ്ങ് പോന്നു. അപ്പോൾ നീയും കണ്ടിരുന്നോ കളി? പിന്നെത്താതെ, നമ്മുടെ ഹ്യൂമേട്ടനല്ലേ കളിക്കുന്നത്. അപ്പൊ ഇന്നലെ പള്ളിയിലെ സ്വലാത്തിന് എന്താ വരാതിരുന്നേ? അപ്പൊ ഞാൻ പറഞ്ഞത് എത്താതെ, ഫൈനൽ കാണാൻ പോയി. കേരള ഫൈനൽ. മതി മതി, ഇനിയൊന്നും പറയണ്ട. പ്രിയമുള്ള രക്ഷിതാക്കളെ, കേട്ടില്ലേ നിങ്ങൾ? ഇവിടെ ചില വിദ്യാർത്ഥികൾ മദ്രസയിൽ വരാത്തതിന്റെ കാരണങ്ങൾ അനിസ്ലാമികമായ പ്രവർത്തനങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടും. ഇങ്ങനെയൊക്കെ നമ്മുടെ ഓരോ മദ്രസയിലും ക്ലാസ് റൂമുകൾ ആയാൽ പാവം ഉസ്താദുമാർ എന്തു ചെയ്യും? തല്ലുകയോ ചീത്ത പറയുകയോ ചെയ്താൽ പിന്നെ അത് ആകെ പ്രശ്നമായി. നിങ്ങൾ ചിന്തിക്കാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ശ്രദ്ധിക്കുക. വീണ്ടും നമ്മുടെ ക്ലാസ് റൂമിലേക്ക്. ശരി കുട്ടികളെ, നമുക്ക് ക്ലാസ് തുടങ്ങാമല്ലേ? അല്ല, ആരിത്? ഷഹീദോ? എന്താ മോനെ നേരം വൈകിയത്? മദ്രസ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. അതിന്ന് എന്റെ ഉമ്മ നേരത്തെ തന്നെ വിളിച്ചില്ല ഉസ്താദേ. ഉമ്മ എണീറ്റില്ലേ? ഞാൻ കുറെ വിളിച്ചു, പക്ഷെ ഉമ്മ നല്ല ഉറക്കം. ഞാനിങ്ങ് പോന്നു. ഇപ്പോ തന്നെ എത്തിയത് വലിയ ഭാഗ്യം. പടച്ചോനെ, എത്ര നേരമായിട്ടും എണീക്കാത്ത ഉമ്മമാരും. അപ്പൊ നീ ചായ ഒന്നും കുടിച്ചില്ല? എന്ത് ചായ ഉസ്താദേ? ചായ കിട്ടാൻ ഉമ്മ എണീച്ചിട്ട് വേണ്ട. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാ ഉറങ്ങല്? 9 മണിക്ക് നല്ലൊരു സീരിയലുണ്ട്. അത് കഴിഞ്ഞാൽ 10 മണിക്ക് അടിപൊളി സീരിയലുണ്ട്. അത് കഴിഞ്ഞാൽ മലബാർ ഹൗസ് പരിപാടി ഞാനും എന്റെ ഉമ്മയും ഒരുമിച്ചിരുന്ന് കാണും. നല്ല രസമാണ് ഉസ്താദേ പരിപാടി. ഓ, TV കാര്യങ്ങൾ പറയാൻ എന്തൊരു നാവ്. നീ ഇരിക്കും. പ്രിയമുള്ളവരെ, ഈ വിദ്യാർത്ഥി പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ. നേരം പാതിര വരെ ടിവിയിൽ സിനിമയും സീരിയലും കണ്ടു വേണ്ടാവൃത്തിയിലേക്ക് കുട്ടികളെ നയിക്കുന്ന മാതാപിതാക്കളെ കുറിച്ച് കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം വേണ്ട രീതിയിൽ നൽകുകയും നേരത്തെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ റബ്ബിന്റെ മുൻപിൽ നാം മറുപടി പറയേണ്ടി വരും. ഇത് ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ് റൂമിലേക്ക്. കുട്ടികളെ, എല്ലാവരും പഠിച്ചിട്ടാണല്ലോ വന്നതല്ലേ? പഠിച്ചുള്ളൂ. അതെന്താ മുഴുവനും പഠിക്കാതിരുന്നത്? സമയം കൂടി വേണ്ടേ? മാതാന്റെ സമയമല്ലാതെ ഇത് ചോദിക്കണേ. മൈലിബാങ്ക് കൊടുത്താൽ ഉടനെ കുട്ടിപ്പട്ടാൻ തുടങ്ങും. അത് കാണണ്ടേ? അത് കഴിഞ്ഞാലല്ലേ കോൺഗ്രസ് തുടങ്ങുന്നത്. അതും കാണണ്ടേ? അത് മതി 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 മതി. അത് കഴിഞ്ഞാ പിന്നെ പറയണ്ട. അപ്പൊ നിങ്ങളൊന്നും പഠിക്കാതെന്താ? പ്രിയമുള്ള രക്ഷിതാക്കളെ, നിങ്ങൾ കേട്ടില്ലേ ഇവിടെ പറഞ്ഞത്? ഇശാ മഗ്‌രിബിനിടയിൽ ടിവിയിൽ കാണുന്ന ഓരോ കോപ്രായങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു ഓതാനും പഠിക്കാനും സമയം നശിപ്പിക്കുന്നു. പിന്നെ എങ്ങനെ നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരും? ചിന്തിക്കാൻ സമയമായ രക്ഷിതാക്കളെ, വീണ്ടും ശ്രദ്ധിക്കൂ. ക്ലാസ് റൂമിലേക്ക്. ശരി കുട്ടികളെ, നമുക്ക് കുറച്ച് ഓതാം. എന്താണ് പണി? അപ്പൊ എനക്കെന്താണ് പണി? നിനക്കൊടുന്ന ഈ ഫോട്ടോകൾ കിട്ടിയത്?
മൈക്ക് ഊരിക്കണ നോക്ക് ദൂച്ച എവിടുന്നാണ് നിനക്ക് ഈ ഫോട്ടോകൾ കിട്ടിയത്? എനിക്കെന്നെ താറ്റെടുക്കൽ നിർത്താതെ താറ്റെടുക്കൽ കുറെ ഉണ്ട് അതിനാണോ പിന്നെ ഞാൻ വേണ്ടതിനെ ചെയ്തതും പോരാ തർക്കിത്തരവും പോരാ അങ്ങോട്ട് നീട്ടറാക്കായി എന്നെ തല്ലണ്ടാതെ എന്നത്തല്ല ഞാൻ എന്റെ ഇക്കനെ വിളിക്കും നിന്റെ ഇക്കാരാ? ക്ലബിന്റെ പ്രസിഡന്റാ ആളൊരു ജിമ്മ കച്ചറ കയ്യില ബെസ്റ്റ് ഫാമിലി. താത്തയുടെ സ്വഭാവം അങ്ങനെയും ഇക്ക നിങ്ങനെയും. നിനക്കൊക്കെ തല്ലി കിട്ടാതിന്റെ കേടണം. എന്നാ നമുക്ക് കുറച്ച് എഴുതാം, അതിനെ ഇനി സമയമുള്ളൂ. ഉസ്താദേ, ഞാൻ നോട്ട് ബുക്ക് കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ നോട്ട് കൊണ്ടുവരാനാ? ഇന്നലെ രാത്രി എന്റെ ഉപ്പാക്ക് പച്ചക്കറി ലിസ്റ്റ് എഴുതാൻ കൊടുത്തതാ. പിന്നെ ഞാനത് കഴിഞ്ഞില്ല. എന്ത് നല്ല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ഇനി ഒരു പാഠം മാറ്റാൻ തന്നെ സമയമുള്ളൂ. ഏതൊക്കെ വിഷയം? അഖിലാഖിൽ ഏതാ പാഠം? മുസ്ലിങ്ങൾ പരസ്പരം കണ്ടാൽ സലാം പറയണം. ആ പാടല്ലേ? അപ്പൊ ചന്ദ്രമായ കണ്ടാലോ? പോടാ പുറത്ത്. നാളെ അമ്മാനെ വിളിച്ച് ക്ലാസ് കാണാൻ എടാ ബുക്ക് എടുത്ത് പോടാ. എന്ത് നല്ല വിദ്യാർത്ഥികൾ. ശരി കുട്ടികളെ, നമുക്കിനി ക്ലാസ് മാറ്റാനൊന്നും സമയമല്ല. അതുകൊണ്ട് നമുക്ക് സ്വലാത്തൊല്ലി പിരിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മദ്രസയിലെ ഒരു ക്ലാസിന്റെ അവസ്ഥയാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാനും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഇശാമഗ്‌രിബിനിടയിൽ TV തുറന്നു വെച്ച് കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്ന രക്ഷിതാക്കൾ, കുട്ടികളുടെ മദ്രസ പഠനം വെറും ഒരു നേരം പോകായി കാണുന്ന മാതാപിതാക്കൾ ഒന്നോർക്കുക. നാളെ അള്ളാഹു തന്റെ മക്കളെ ഏതു രീതിയിൽ വളർത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് കുട്ടികളുടെ ദീനി വിദ്യാഭ്യാസത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.